നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൊവ്വൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃശൂരിലെത്തും. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് മോദി ജില്ലയിലെത്തുന്നത്. പെരിഞ്ചേരി പുരോഗമന കലാസമിതിയുടെ നേതൃത്വത്തിൽ 9ാമത് VK വാസുദേവൻ സ്മാരക എൻഡോമെന്റ് വിതരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. നെടുപുഴ സബ് ഇൻസ്പെക്ടർ CF നെൽസൺ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് അരളിത്തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിച്ചു. പ്രഥമ അരളിത്തണൽ പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൊവ്വൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. മറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന അതിലേറെ നല്ലൊരു കാര്യമുണ്ട്. എന്താണ്? ആയിരക്കണക്കിനായ വ്യാപാരികളിൽ ഒരു വ്യാപാരി മരിച്ചു പോകുമ്പോ ആ കുടുംബത്തെ സഹായിക്കാനായി ഞാനൊരു സൽക്കർമ്മം ചെയ്യുന്നു. നമ്മളൊക്കെ വിശ്വാസികളാണ്. 99% ആളുകളും നമ്മുടെ ഇടയിൽ വിശ്വാസികളാണ്. വിശ്വാസികൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? നല്ല കാര്യം ചെയ്താൽ ദൈവം നമുക്ക് കൂടുതലായിട്ട് സമ്പത്ത് തരും, നമുക്ക് ആരോഗ്യം തരും, നമ്മളെ സംരക്ഷിക്കുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വ്യാപാരി മരണപ്പെട്ടു എന്ന് പത്രത്തിൽ മെസ്സേജ് വന്നാൽ നല്ല മനസ്സോടുകൂടി ആ കുടുംബത്തിന് ദൈവം ശാന്തി നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഒരു വിഹിതം 100 രൂപ ഞാൻ ആ കുടുംബത്തെ സഹായിക്കാനായി കൊടുക്കും. യൂണിറ്റ് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ പല സമയങ്ങളിലും ഇവരുമായിട്ട് സംസാരിക്കുക മാത്രമല്ല, അത് ആ സമയത്ത് അത് ഒഴിവാക്കാനായിട്ടും ഫൈൻ ഈടാക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നു. ശരിക്കും 50 നോക്കിയിട്ടുണ്ട്. ഒരു തർക്കത്തിന് പോലും നിൽക്കാതെ എത്രയാണ് ഫൈൻ പഞ്ചായത്ത് പറയുന്നത് എങ്കിൽ അക്ഷരമില്ലാതെ വന്നിട്ട് പറയുന്ന തുക അടച്ചു പോവുക. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ അവിടെ നിന്ന് വീണ്ടും ഫൈൻ അടപ്പിക്കുക. അപ്പോൾ വേറൊരു സ്ഥലം കണ്ടെത്തുക. ഈ രീതിയിൽ ഫൈൻ അടച്ചു പോകാൻ ഒരു മടിയില്ലാതെ ഫൈൻ അടച്ചു പോകുക. ആ ഒരു സമ്പ്രദായം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജനറൽ സെക്രട്ടറി സിജോ ജോസ്, വൈസ് പ്രസിഡന്റ് ഷോബി ഫ്രാൻസിസ്, ജോയിന്റ് സെക്രട്ടറി MO ബ്രൈറ്റോ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ ജോൺസൺ ചിറമൽ, ജോയി കുര്യപ്പൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന കൌൺസിൽ അംഗം ED ഡൈസനെയും 70 വയസ്സ് പിന്നിട്ട വ്യാപാരികളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഭൂട്ടാനിലെ റോയൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീം അംഗം എൽവിയ ദേവസി എന്നിവരെയും ആദരിച്ചു. AP അന്തോണി, PP ലാസർ എന്നിവർ ആദരവ് നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃശൂരിലെത്തും. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് മോദി ജില്ലയിലെത്തുന്നത്. ബുധനാഴ്ച ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് തൃശൂരിലേക്ക് എത്തും. ഇവിടെ റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളം അദ്ദേഹം ചിലവഴിക്കും. പെരിഞ്ചേരി പുരോഗമന കലാസമിതിയുടെ നേതൃത്വത്തിൽ 9ാമത് VK വാസുദേവൻ സ്മാരക എൻഡോമെന്റ് വിതരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. നെടുപുഴ സബ് ഇൻസ്പെക്ടർ CF നെൽസൺ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉപഹാര സമർപ്പണം നടത്തി. അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA രാജൻ, കലാസമിതി അംഗം KN രാജൻ, EK ഗോപാലൻ, ശ്യാം ദേവ്, ഷെൽട്ടൻ തോമസ്, അരവിന്ദ് പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ ഉപജില്ലാ കലോത്സവങ്ങളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലാടിസ്ഥാനത്തിൽ യോഗം വിളിച്ചു കൂട്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ
ഇപ്പോൾ ഒരു വലിയൊരു പുരസ്കാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് മാഷ് വളരെ ദീർഘമായി പറയേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അകത്തുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ആദ്യമായി എഴുതി ചേർത്ത അംഗീകാരം, ലോകത്തിൽ തന്നെ അംഗീകാരമുള്ള ഏതൊരു BR അംബേദ്കറുടെ പേര് നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായി കലാ സാംസ്കാരിക രംഗത്തെ ദേശീയ അടിസ്ഥാനത്തിൽ വലിയ സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു കേന്ദ്ര ബിന്ദു വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ്. സന്തോഷ് മാഷിനെ സംബന്ധിച്ച് നമുക്കറിയാം, എൻ്റെ ആളുടെ ചെറുപ്പത്തിലെ തന്നെ നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും കുട്ടികളെ അഭ്യസിപ്പിക്കുന്നതിലും സ്വയം പരിശീലിക്കുന്നതിലും അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമാകാനായിട്ട്, അത് നിശബ്ദമായിട്ട് ഭാഗമായിട്ട് പോകാനായിട്ടാണ്. സ്കൂളുകളൊക്കെ പരിശോധിച്ചറിയാം, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള കേരളത്തിലെ തന്നെ എല്ലാ സ്കൂളുകളിലും അദ്ദേഹത്തിൻ്റെ നേതൃ സാന്നിധ്യമുണ്ട്. നമ്മളറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ പറയാൻ കാരണമാണ് നമ്മളറിയാതെ പോകുന്ന ഘട്ടങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ധാരാളം കുഞ്ഞുങ്ങളെ അതിൻ്റെ പ്രതിഭകൾ പങ്കുവെക്കുക, സ്വന്തം കഴിവുകൾ മാത്രമായിട്ട് നിലനിൽക്കല്ല, അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക, അവർ നമ്മോടൊപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ഡോക്ടർ BR അംബേദ്കർ ദേശീയ പുരസ്കാരത്തിന് അർഹനായ TV സന്തോഷിനെ അനുമോദിച്ചു. AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MK റിയാസ്, PB സുധീർ, VP ധനലക്ഷ്മി, സജീവൻ മുളങ്ങിൽ എന്നിവർ സംസാരിച്ചു. ചേർ പരളിത്തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിച്ചു. ചടങ്ങിൽ പരിസ്ഥിതിക്കും പൈതൃകത്തിനും വേണ്ടി 30 കൊല്ലമായി പ്രവർത്തിക്കുന്ന പെരുമ്പിള്ളിശ്ശേരി 4 കെട്ടിലെ മുൻ ജർമ്മൻ അധ്യാപകൻ പ്രേം മാനസ്വിക്ക് ചേർപ്പ് CNN പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രഥമ അരളിത്തണൽ പുരസ്കാരം സമ്മാനിച്ചു. CNN സ്കൂൾ അധ്യാപകൻ ശ്രീജിത്ത് വാര്യർ, ക്രിസ്മസ് പാപ്പയായി വേഷമിട്ട KL ജോമി, അരളിത്തണൽ കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന പുരസ്കാരം സമ്മാനിച്ചു. So I just shared that while I was attracted to the richness and depth of your heritage, your built heritage, your living traditions, the Purams, the Kudyatam, the Tolpavakutta, whatsoever you have in creative expressions, I was pained. ഫാദർ എൽദോസ് ജോർജ് ക്രിസ്മസ് സന്ദേശം നൽകി. പലരും പിൻവാങ്ങി പോകുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിലൊരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്നെ നിങ്ങളുടെ ചങ്ങാതിയാക്കാൻ പറ്റുമോ? ആ വ്യക്തി പറയുവാനുള്ള കാരണം ഇപ്രകാരമാണ്. ആ വ്യക്തി ചോദിച്ചത്, എന്നെ നിങ്ങളുടെ ചങ്ങാതിയാക്കുവാനായിട്ട് പറ്റുമോ? അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നീ ഞങ്ങളുടെ ചങ്ങാതിയാകുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു വിഷമവുമില്ല, ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് നീ അപ്രകാരം ഈ കണ്ണാടിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ എന്നെ നിങ്ങളുടെ ചങ്ങാതിയാക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചത്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയുടെ ചങ്ങാതിയായാൽ ഞാൻ ഏറ്റവും നല്ല ചങ്ങാതിയായിരിക്കും, ഏറ്റവും നല്ല സുഹൃത്തായിരിക്കും. അവൻ്റെ സുഖത്തിലും അവൻ്റെ ദുഃഖത്തിലും അവൻ്റെ വേദനയിലും അവൻ്റെ പ്രാരാബ്ധങ്ങളിലും അവൻ്റെ കഷ്ടപ്പാടിലും ഞാൻ അവനോടുകൂടെ ഉണ്ടായിരിക്കും. അരളിത്തണൽ ചെയർമാൻ VS നജീബ് അധ്യക്ഷനായി. ബിജു ആന്റണി, TR ശ്രീനി, നിഹാല ജബിൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടിൻ്റെ നിയമങ്ങളോ കൂടെ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു വസ്തുത. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, നിങ്ങൾ എന്ത് വന്നാലും ഇവിടെ കാണാം, 1 മണിക്കൂർ നേരം അദ്ദേഹം കുളത്തിൽ കിടന്ന് അതിൻ്റെ എല്ലാ വൃത്തികേടുകളും, ഇല, ചീഞ്ഞളിഞ്ഞ ഒരേ സാധനം എന്തൊക്കെ വീഴുന്നോ അതൊക്കെ അദ്ദേഹം നീന്തിക്കൊണ്ട് 1 മണിക്കൂർ നേരം ആ വെള്ളത്തിൽ ചെലവഴിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്യുകയാണ്. ദിനം പ്രതി ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു വസ്തുത. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ചുറ്റും ഉള്ള മറ്റുള്ള പറമ്പുകളിൽ നിന്ന് വീഴുന്ന ഈ ശല്യങ്ങൾ, ഈ മാലിന്യങ്ങൾ, ഇവ അടിഞ്ഞുകൂടുന്നതാണ്. അവരും ഓക്കെ, നമ്മളും ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഔപചാരിക ചടങ്ങല്ല, 1-2 വാക്ക് പറയേണ്ടത് മാത്രമാണ് അങ്ങനെ പറയുന്നത്. നമ്മളിവിടെ ഒരു സ്മൂത്ത് ടീമായിട്ട് നമ്മൾ ചാരിറ്റി ചെയ്തവരാണ്. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം വന്നപ്പോൾ നമ്മൾ ഒപ്പം നിന്നവരാണ്.
നമ്മുടെ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തവരാണ്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സംഖ്യയിൽ പ്രവാസികളുടെയൊക്കെ നല്ല സപ്പോർട്ടോട് കൂടിയിട്ട് അപ്പോൾ ശരിക്കും ഒരു ടീം അരളിത്തണൽ തന്നെയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കാവാൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലവരായിട്ട് പരിഗണിക്കാം. കാരണം കുടുംബത്തിന് വേണ്ട ബ്ലഡ് വേണോ ഈ ഗ്രൂപ്പിൽ വാട്സപ്പിൽ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിൻ്റെ റെമഡി ഉണ്ടാക്കും. ചടങ്ങിൽ അരളിത്തണൽ കാരുണ്യ ഫണ്ടിലേക്ക് കുടുംബാംഗങ്ങൾ സംഭാവന നൽകി. ശ്രീജിത്ത് വാര്യരുടെ ഗിറ്റാർ അവതരണം, മറ്റ് കലാപരിപാടികൾ എന്നിവ നടന്നു. നഹൽ നജീബ, ബിഡോൺ ബിജു, ഗൗതം കൃഷ്ണ, ശിവന്യ വിനോദ, അഖില സജീവ്, CG രാജീവ്, രമേശ് ബാബു, മദനൻ, TB ഷാജി, ഉമ്മർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. എടത്തിരുത്തി പത്താമുദയ വേലാഘോഷം വർണ്ണാഭമായി. സ്വാമി അയ്യപ്പന്റെ പത്താമുദയ വേലാഘോഷത്തിന് കുട്ടമംഗലം സെന്റർ വടക്കുംമുറി ശാഖയിൽ നിന്ന് ആനപ്പൂരത്തോടെ പുറപ്പെട്ടു. വർഷങ്ങളായി വിവിധ മതസ്ഥരായ നാട്ടുകാർ ഉൾപ്പെട്ടവരാണ് കുട്ടമംഗലം വടക്കുമുറി ശാഖ ആഘോഷ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. കുട്ടമംഗലം സെന്ററിൽ നിന്ന് ആരംഭിച്ച ആനപ്പൂരത്തെ വർണ്ണാഭമാക്കി ശിങ്കാരക്കാവടി നിറഞ്ഞാടി. ശിങ്കാരിമേളവും വയലിൻ ഫ്യൂഷനും ആനപ്പൂരത്തിന് അകമ്പടിയേകി. വൈകിട്ടോടെ എടത്തിരുത്തി അയ്യപ്പൻ കാവിലെത്തിയ ആനപ്പൂരത്തെ വൻ ജനാവലി ചേർന്ന് വരവേറ്റു. കുട്ടിക്കാലം മുതൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ അനുവാദം കിട്ട ഈ അയ്യപ്പൻകാവ് ഉത്സവം കാണാൻ പോകാനാണ്. അത് ഞങ്ങളുടെ ചെറുപ്പം മുതൽ അയ്യപ്പൻകാവ് അമ്പലത്തിൽ പോയിട്ടാണ് ഞങ്ങൾ ഉത്സവം കണ്ടിരുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ കുട്ടമംഗലം സെൻട്രലിൽ നിന്ന് വടക്കുമുറി ശാഖ എന്ന പേരിൽ ഞങ്ങൾ പൂരം കൊണ്ടുപോകാറുണ്ട്. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം എന്ന രീതിയിലാണ് ഞങ്ങളെല്ലാവരും, എല്ലാ മതസ്ഥരും ഒത്തൊരുമിച്ച് വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ ഉത്സവം കൊണ്ടുപോകാറ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ മുന്നിൽ കൺവീനറായിട്ടുള്ള സക്കീർ തൊപ്പിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആനയൊക്കെ നമ്മൾ ഒരുക്കി കൊണ്ടുവരാറ്. തുടർന്ന് 3 ആനകളോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പോടെ പത്താമുദയ വേലാഘോഷത്തിന് സമാപനമായി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ PS പ്രജിത്ത്, വട്ടേപ്പറിൽ അജയൻ, PD ഉദയൻ, വിനയബാബു പീച്ചാമ്പുള്ളി, സക്കീർ തൊപ്പിയിൽ, ശിവദാസ് മണക്കാടൻ, ഇക്ബാൽ കുട്ടമംഗലം എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. CC മുകുന്ദൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. 3.9 കോടി രൂപ വിനിയോഗിച്ചാണ് 3 നിലകളിലായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിൽ 11 ക്ലാസ് മുറികൾ, 2 ലാബുകൾ, 1 സ്റ്റാഫ് റൂം എന്നിവയുണ്ടായിരിക്കും. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ക്ലാസ് മുറിയും ലിഫ്റ്റിനുള്ള പ്രൊവിഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹത്തിൽ ലഭിക്കുന്ന ഫണ്ട് കൃത്യമായി ഉപയോഗിക്കാം എന്നുള്ളത് നമ്മുടെ വലപ്പാട് സ്കൂളിന്റെ പ്രവർത്തനം ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നീണ്ട ഒരു പ്രവർത്തനമാണ് ഈ ദിവസകാലം നമ്മുടെ സംഘടന പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. മറക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് നമുക്കൊരു കല്ല് ഇടാൻ അവസരമുണ്ടായത്. അത് വളരെ സന്തോഷകരമായ അനുഭവം കൂടിയാണ്. ഇപ്പോൾ വലപ്പാട് പ്രദേശം, അതുപോലെ തന്നെ തള്ളിക്കുളത്ത് നമ്മൾ അവിടുത്തെ സ്കൂൾ സെക്രട്ടറി പുതുക്കി പണിയാൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫിഷറി സ്കൂളിൻ്റെ അവിടെ നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അതൊക്കെ അനാഥയിലേക്ക് എടുക്കുന്ന ഒരു അവസരം. അതൊക്കെ പുതിയ ജീവൻ കൊടുത്ത് മാതൃകാപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള സ്കൂൾ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, മുൻ MLA ഗീതാ ഗോപി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, വാർഡംഗം EP അജയ് ഘോഷ്, വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ, OSA ചെയർമാൻ ആവാസ്, CP സാലിഹ്, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, പ്രധാനാധ്യാപിക TG ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. കിഫ്ബി കില ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 15 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C നയന ജോസ് പറഞ്ഞു. പൂർവ്വകാല അധ്യാപകരായ ഗോവിന്ദൻ, ജയരാജൻ, BRC കോർഡിനേറ്റർ TV ചിത്രകുമാർ, വികസന സമിതി അംഗങ്ങളായ തോമസ് മാസ്റ്റർ, TA പ്രേംദാസ്, KB മണിലാൽ, AA ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
4.5 പതിറ്റാണ്ടുകാലമായി തിയേറ്ററിൽ മാത്രം പോയി സിനിമകൾ കണ്ട് നിർവൃതിയടയുന്ന ഒരു 65-കാരിയെ പരിചയപ്പെടാം. തൃശൂർ അരിമ്പൂർ സ്വദേശി ലീലയാണ് സിനിമയെ തന്റെ ജീവിതചര്യയുടെ ഭാഗമാക്കിയത്. ഇക്കാലയളവിൽ 689 സിനിമകളാണ് ലീല തിയേറ്ററിൽ പോയി കണ്ടത്. സിനിമകളുടെ പേരുകൾ എഴുതാനായി ഒരു കുഞ്ഞു പുസ്തകവും ഇവർ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ലീലയ്ക്ക് പ്രായം 65. വാർദ്ധക്യത്തിന്റെ ആദികളില്ല. എപ്പോഴും മനസ്സ് സന്തോഷിക്കണം, ഉല്ലസിക്കണം. അതിനായി ഇടയ്ക്കിടെ സിനിമ കാണണം, അതും സിനിമാ തിയേറ്ററിൽ മാത്രം. അങ്ങനെ ഇതുവരെ കണ്ടു തീർത്തത് 689 സിനിമകൾ. ഈ പതിവ് ലീല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കണ്ട സിനിമകളുടെ കണക്കുകൾ കൃത്യമായി ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ലീല ജനിച്ചത് സിലോണിലാണ്. 3ാം ക്ലാസ് വരെയാണ് പഠിക്കാൻ സാധിച്ചത്. തൃശൂർ നെല്ലിക്കുന്നിലായിരുന്നു ലീലയുടെ ചെറുപ്പകാലം. അക്കാലത്ത് വീടിനടുത്തുള്ള ഉദയ ടാക്കീസിൽ സിനിമകൾ കണ്ടാണ് തുടക്കം. സിനിമ കാണാനായി പോകാൻ അമ്മയും സഹോദരങ്ങളുമായിരുന്നു കൂട്ട്. ഓലക്കൊട്ടകയിൽ തറയിലിരുന്ന് സിനിമ കണ്ടിരുന്ന കാലം ലീലയ്ക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. 50 പൈസയായിരുന്നു അക്കാലത്തെ ടിക്കറ്റ് ചാർജ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഒരു സിനിമ കണ്ടുവന്ന് ആ വിഷമങ്ങളെല്ലാം തീരും. എന്നോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ അമ്മയും എല്ലാവരും അതിനോടൊപ്പം യോജിച്ച് നിൽക്കുന്ന ഒരാൾക്കാരാണ്. ചില ദിവസങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ദിവസം തന്നെ 2 സിനിമയും കണ്ടിരിക്കും. അതായത് ഫസ്റ്റ് മാറ്റിനി കണ്ടു വന്നാൽ സെക്കൻഡ് കാണാൻ പോകും. അത്രയും ജീവനാണ് എനിക്ക് സിനിമ എന്ന് വെച്ചാൽ. നസീറിൻ്റെ 500ാമത്തെ പടം കരിപുരണ്ട ജീവിതമാണ്. അതേപോലെ തന്നെയാണ് ആ പടം. അങ്ങനെ തന്നെ സത്യമാഷ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ്. സത്യമാഷ അന്ന് എനിക്ക് ഈ നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് 13 വയസ്സാണ് പ്രായം. മിഷൻ ആസ്പത്രിയിൽ എൻ്റെ അപ്പച്ചൻ വയ്യാതെ കിടക്കുമ്പോൾ അവിടെ വിൽക്കാൻ കൊണ്ടുവന്നതിന് ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചതാണത്. ഇന്നും ഞാൻ ഇത്രയും വയസ്സിൽ അതല്ല. 1978 തൃശൂർ സ്വദേശി ജോയിയെ വിവാഹം കഴിച്ചതോടെ സിനിമാഭ്രമം കൂടി. രണ്ടുപേരും ഒരുമിച്ച് പിന്നീട് നിരവധി സിനിമകൾക്ക് പോയി. വിവിധ ആശുപത്രി ക്യാൻറ്റീനുകളിൽ 3 പതിറ്റാണ്ടോളം ലീല പാചക തൊഴിലാളിയായി ജോലി നോക്കിയിട്ടുണ്ട്. ഇക്കാലയളവുകളിൽ ഒളരി ഷിബ തിയേറ്ററിൽ ശനിയാഴ്ചകളിൽ സിനിമ കാണാൻ പതിവായി എത്തുന്ന ലീലയ്ക്ക് കൂട്ടിനായി അയൽവാസികളായ സ്ത്രീകളും ഒപ്പം കൂടാറുണ്ട്. ആദ്യകാല സിനിമകളുടെ പോസ്റ്ററുകളും പത്രത്താളുകളിലെ സിനിമാവിശേഷങ്ങളും ലീല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1975 നാട്ടിൽ കാളവണ്ടിയിൽ വന്നു വിതറിയ അഭിമാനം എന്ന സിനിമയുടെ പോസ്റ്റർ കേടുകൂടാതെ ലീലയുടെ കൈവശം ഇപ്പോഴുമുണ്ട്. ശാരദയാണ് ഇഷ്ടപ്പെട്ട നടി. ആദ്യം വീടിന്റെ കട്ടിളപ്പടിയിലും മറ്റുമാണ് സിനിമാ പേരുകൾ എഴുതിയിരുന്നത്. പിന്നീട് അത് പഴയൊരു പുസ്തകത്തിലേക്ക് മാറ്റി. ആ പുസ്തകത്തിൽ തന്നെയാണ് ഇപ്പോഴും ലീല താൻ കാണുന്ന സിനിമകളുടെ പേരുകൾ എഴുതി വെക്കുന്നത്. ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ പോയി കണ്ട വിക്രം എന്ന സിനിമയുടെ പേരും ലീലയുടെ കൈപ്പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. തളിക്കുളത്ത് ജീവിതാവസാനം വരെ കൃഷിക്കായി ജീവിതം സമർപ്പിച്ച ഫാത്തിമ എന്ന കൃഷി ഉമ്മയുടെ അനുസ്മരണവും ഹൈബ്രിഡ് പച്ചക്കറി തൈ വിതരണവും കർഷക അവാർഡ് വിതരണവും നടത്തി. കഴിഞ്ഞ 8 വർഷമായി പുതുവത്സര ദിനത്തിൽ നടത്തിവരുന്ന പരിപാടിയിൽ 10,000-ഓളം പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ആദ്യമായി കൃഷിയുമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയ കർഷക അവാർഡ് പത്മിനി ജയപ്രകാശിന് സമ്മാനിച്ചു. 5,000 രൂപയും ഫലകവുമാണ് അവാർഡ്. ചടങ്ങിൽ തക്കാളി, വെണ്ട, വഴുതിന, പച്ചമുളക്, കുറ്റിപ്പയർ, കുറ്റിയമര എന്നീ ഹൈബ്രിഡ് തൈകളാണ് വിതരണം ചെയ്തത്. TN പ്രതാപൻ MPയുടെ വസതിയിൽ നടന്ന കൃഷിയുമ അനുസ്മരണവും പച്ചക്കറി തൈ വിതരണവും കർഷക അവാർഡ് സമർപ്പണവും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. PS സുൽഫിക്കർ അധ്യക്ഷനായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, CDS മെമ്പർ ഷമീന മജീദ്, PE ഹനീഫ, NM ഭാസ്കരൻ, കൃഷ്ണവേണി, കുൽസു സുലൈമാൻ, ബബിത മനോജ്, റഷീദ അബൂബക്കർ, പത്മിനി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചേറ്റുവയിൽ കോൺഗ്രസ് ഉപരോധ സമരം നടത്തി. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാന നിർമ്മിക്കാനുള്ള കുഴികൾ എടുക്കുന്നതിനിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തകർന്ന് ഏങ്ങണ്ടിയൂരിലെ ശുദ്ധജല വിതരണം മുടങ്ങുന്നത് പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം.
കോൺഗ്രസ് ചെങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതിയാണ് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾക്കിടെ ഉപരോധ സമരം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, DCC അംഗം ഇർഷാദ് കെ ചേറ്റുവ, ബാബു ചെമ്മൻ, പ്രീത, സുനിൽ നെടുമാട്ടുമൽ, ഘോഷ്, തുഷാര ലത്തീഫ് കെട്ടുമൽ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചർച്ചയിൽ ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്ത കരാർ കമ്പനിയുടെ ചിലവിൽ പരിസര പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഇതോടെ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. വല്ലച്ചിറ ശ്രീകൃഷ്ണപുരം തരണനെല്ലൂർ മണി നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അജിതയാണ് ഭാര്യ. ഉജ്വൽ, ഉദയശങ്കർ എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5875 രൂപ, പവന് 47,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൊവ്വൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃശൂരിലെത്തും. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് മോദി ജില്ലയിലെത്തുന്നത്. പെരിഞ്ചേരി പുരോഗമന കലാസമിതിയുടെ നേതൃത്വത്തിൽ 9ാമത് VK വാസുദേവൻ സ്മാരക എൻഡോമെന്റ് വിതരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. നെടുപുഴ സബ് ഇൻസ്പെക്ടർ CF നെൽസൺ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് അരളിത്തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിച്ചു. പ്രഥമ അരളിത്തണൽ പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.